ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2-3 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വെറും 2 സെക്കൻഡ് സമയം മാത്രം മതി. എല്ലാവരും ഒന്ന് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മലയാളി താരമായ ആഷിഖ് കുരുണിയൻ ഒരു അച്ഛനായിരിക്കുകയാണ്. ഈ ഒരു കാര്യം ആഷിഖ് കുരുണിയൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരെന്ന് പറയുന്നത് ആടം ആഷിഖ് കുരുണിയൻ എന്നാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിറിയൻ താരമായ താഹിർ ക്രോമയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും താഹിർ ക്രോമ മുംബൈ സിറ്റി FC വിട്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു പോസ്റ്റാണ് ഇതിൻ്റെ ഒരു സോഴ്സ് എന്ന് തന്നെ പറയണം. എന്തായാലും അദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: ഇൻ ദ എൻഡ് ഓഫ് മൈ വണ്ടർഫുൾ ജേർണി വിത്ത് മുംബൈ സിറ്റി FC, I want to thank the staff, players and fans. We were one family in the difficult and beautiful moments, always in my heart. ഇത് വായിച്ചാൽ തന്നെ നമുക്കറിയാം ഒരു വേർപിരിയൽ വാചകങ്ങൾ തന്നെയാണെന്ന്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രിഫ്തൻസിന് പകരക്കാരനായിട്ട് കൊണ്ടുവന്നതാണ് സിറിയൻ താരമായ ക്രോമയെ. എന്നാലും ക്രോമ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. എനിക്ക് തോന്നുന്നു ഈ ഒരു 3-4 മാസത്തേക്ക് മാത്രമാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ ക്ലബ്ബിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായി കാണും, അത് ഇന്ത്യ വിട്ടു പോകണമെന്ന് ആഗ്രഹം ഉണ്ടായി കാണും. അതുകൊണ്ട് അദ്ദേഹം വിട്ടുപോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മുംബൈ സിറ്റി FC സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് താഹിർ ക്രോമ മുംബൈ സിറ്റി FC വിട്ടു പോകുന്നത്. ബട്ട് അവർ ആ ഒരു പൊസിഷനിലേക്ക് അതിലും മികച്ച താരങ്ങളെ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനേലോ മാർക്കസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും മനേലോ മാർക്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. അതായത് നമ്മുടെ ഇവാൻ പോയ സമയത്ത് എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്നു അദ്ദേഹം വരില്ല എന്ന് തന്നെയാണ്. ആ ഒരു സമയത്ത് തന്നെ മാർക്കസ് മർഗലോ പറഞ്ഞിട്ടുണ്ട്. അതായത് FC ഗോവയുടെ ഫ്യൂച്ചർ പ്ലാനിലേക്ക് ഇപ്പോഴും മനേലോ മാർക്കസ് ഉണ്ട്. സോ അദ്ദേഹം വരാനുള്ള സാധ്യതകൾ ഇല്ലെന്നാണ്. എന്തായാലും മനേലോ മാർക്കസിനെ കുറിച്ച് മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് മനേലോ മാർക്കസിന് ഇപ്പോഴും 1 വർഷത്തെ കൂടി കോൺട്രാക്റ്റ് FC ഗോവയിൽ ഉണ്ടെന്ന്. സോ ഏത് ക്ലബിനും അതായത് സൈൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്തിട്ട് വേണം അതായത് സൈൻ ചെയ്യുക. അതായത് 1 വർഷത്തെ കൊണ്ടൊരു കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ സോ അദ്ദേഹം FC ഗോവയിൽ തന്നെ തുടരും, അത് ഉറപ്പാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഗുഡ് ബൈ.